മനോജ് ജോർജ്, നോക്കൂ, ഈ ഇവിടെ ഷാജി ജോസഫ് സൂചിപ്പിച്ചതുപോലെ ഈ അർജൻറ്റീനിയൻ ഫുട്ബോളിൻ്റെയും സംഗീതത്തിൻ്റെയും ഒക്കെ ആ ലാറ്റിൻ അമേരിക്കയുടെ മുഴുവൻ സൗന്ദര്യവും അദ്ദേഹം ആവാഹിച്ചു. മതാതീതമായ ആത്മീയതയുടെ വക്താവ് ആയി നിലകൊണ്ട് തന്നെ അദ്ദേഹം സുവിശേഷത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സുവിശേഷത്തിൻ്റെ അത്തരം വശങ്ങളെ അദ്ദേഹത്തിന് പ്രകീർത്തിക്കാനായി എന്നുള്ളതാണ്. അപ്പോൾ ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ താങ്കൾക്ക് ഈ ഫ്രാൻസിസ് പാപ്പയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്താണ്? അതൊന്ന് പങ്കുവെക്കൂ. തീർച്ചയായും ലോകം മുഴുവൻ അതീവ ദുഃഖത്തിൽ ആണ്ടിരിക്കുന്നൊരു സമയമാണിത്. എങ്കിലും എനിക്ക് മാർപ്പാപ്പയുമായി കുറച്ച് സമയം ചെലവിടാൻ സാധിച്ച ചില നിമിഷങ്ങൾ നിങ്ങളായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും ഫാദർ പോൾ പുവിത്തുങ്കൽ അച്ഛനും ചേർന്ന് ഒരു സോങ്, സർവേശ എന്നൊരു സോങ് സംസ്കൃതത്തിൽ, അതായത് ആ പാട്ട് ലോർഡ്സ് പ്രയറാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ളൊരു പ്രാർത്ഥന സംസ്കൃതത്തിൽ ഞങ്ങളൊരു പാട്ടാക്കി. അത് പ്രൊഫസർ PC ദേവസ്യ ക്രിസ്തു ഭാഗവതം എന്നുള്ള പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. അത് ഞങ്ങള് സംഗീതം നൽകി. അത് 100 അച്ഛന്മാരും 100 കന്യാസ്ത്രീകളും ചേർന്ന് പാടി. അതിനുശേഷം ഞങ്ങൾ അമേരിക്കയിൽ പോയി അവിടെ ലോസ് ആഞ്ചലസ് ഓർക്കസ്ട്ര റെക്കോർഡ് ചെയ്തു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടനുണ്ടായിരുന്നു, പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ. അദ്ദേഹം അതിലൊരു 2 വരി പാടി, ഒരു ഗുരു എന്നുള്ള സ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട്. അതിൽ ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള മ്യൂസീഷ്യൻസ് അതിൽ പങ്കെടുത്തിട്ടുണ്ട് ആ ഒരു സോങ്. അപ്പൊ ആ സോങ് പൂർത്തിയായതിനു ശേഷം ഇനി ഇത് ആരെ കൊണ്ട് ഇത് ബ്ലസ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ആരെ കൊണ്ട് ഇത് റിലീസ് ചെയ്യിപ്പിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിന് ഏറ്റവും പറ്റിയ ആൾ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ മാർപ്പാപ്പയിൽ എത്താനുള്ള ഒരു ശ്രമമായിരുന്നു. അങ്ങനെ നമുക്കൊരു കുറച്ച് സമയം വളരെ സ്ട്രഗിൾ ആയിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാനായിട്ട്. ഒരു പ്രൈവറ്റ് ഓഡിയൻസ് ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു. അവിടെ ചെന്ന് ഞങ്ങൾ മാർപ്പാപ്പയെ കാണുന്ന ആ ഒരു സമയം, എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു വളരെ ഒരു ഡിവൈൻ ഒരു ഫീലാണ് അദ്ദേഹത്തെ കാണുമ്പോഴും അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ തോന്നിയത്. അപ്പൊ ഞങ്ങൾ ഈ സോങ്ങിന്റെ ഒരു പോസ്റ്റർ കയ്യിലെടുത്തിരുന്നു. അപ്പൊ അതിൽ സൈൻ ചെയ്യിപ്പിക്കുക, അത് ബ്ലസ് ചെയ്യിപ്പിക്കുക, അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് മാർപ്പാപ്പനെ അടുത്തെത്തി. അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, പാപ്പ ഇത് ലോർഡ്സ് പ്രയറാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ളൊരു പ്രാർത്ഥന സംസ്കൃതത്തിൽ, അത് ഏറ്റവും ഇന്ത്യയിലത്തെ ഒരു സൗത്ത് ഏഷ്യനിലൊക്കെ ഏറ്റവും പുരാതനമായ ഒരു ഭാഷയാണ് സംസ്കൃതം. അപ്പൊ ആ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ്. അദ്ദേഹം പ്ലീസ് ബ്ലസ് ദിസ് ആൻഡ് വി വുഡ് ലൈക്ക് യു ടു റിലീസ് ചെയ്യണം എന്ന് പാപ്പയോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അത് അദ്ദേഹം ഇത് നോക്കി, അത് കണ്ടു. ഫ്രം കേരള, അതേ കേരളത്തിലത്തെ അച്ഛന്മാരെല്ലാം ചേർന്നിട്ടാണ് ഇത് പാടിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി ഇത് കണ്ടപ്പോ തന്നെ. അപ്പൊ ആ ഒരു ചിരി നമ്മളൊക്കെ ഒരു വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകും. ആ തരത്തിലുള്ള ഒരു ഡിവൈൻ സ്മൈലായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പൊ അതിനുശേഷം ഞാൻ പേന കൊടുത്തു അദ്ദേഹത്തെ, ഇത് ഇവിടെ ഒപ്പിടണം, അപ്പൊ അത് ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞ് ആ സ്ഥലം കാട്ടി കൊടുത്തു. അപ്പൊ ഞാൻ അവിടെ കാണുന്നത്, പാപ്പ പേന മേടിച്ചിട്ട് അച്ഛന്റെ കയ്യിൽ ഇങ്ങനെ ഒപ്പിടുന്നത് പോലെ തോന്നിക്കും വിധത്തിൽ അദ്ദേഹം അവിടെ ഇങ്ങനെ കാണിച്ച്, എന്നിട്ട് ഞങ്ങളെ നോക്കി ചിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ആ പേനയെടുത്ത്, ഞാൻ സ്ഥലം ഇവിടെയാണ് പാപ്പ ഒപ്പിടണ്ടേ, അത് കാണിച്ചു കൊടുത്ത് അദ്ദേഹം അവിടെ ഒപ്പിട്ടു. അതിനുശേഷം ഞങ്ങളെ ബ്ലസ് ചെയ്തു, ഈ പാട്ടിന്റെ ബ്ലസ് ചെയ്തു. ഞങ്ങള് കൈ കൊടുത്തു. ഞങ്ങൾ അവിടുന്ന് പോരുകയാണ്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം എനിക്ക് തോന്നിയത് പാപ്പയുടെ ഒരു സിംപ്ലിസിറ്റിയാണ്. കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ, നിങ്ങൾ ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതല്ല എന്നുള്ളൊരു വാക്യമുണ്ട്. അപ്പൊ അത് അനുവർത്തിക്കും വിധം പാപ്പ വളരെ കുട്ടികളെ പോലെ, അതായത് ഇത്രയും പരമോന്നത അധികാരത്തിൽ അതിലിരിക്കുമ്പോഴും അദ്ദേഹം ആ ഒരു സിംപ്ലിസിറ്റി വിടാതെ, അത് ആ ഒരു സമയത്ത് പോലും അദ്ദേഹം അത് കാണിക്കുകയാണ്. അപ്പോ എനിക്ക് ഒത്തിരിയേറെ ഒരു സങ്കടമുണ്ട്. കാരണം മാർപ്പാപ്പ കുറച്ചു നാളായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഒത്തിരി സന്തോഷം വന്നു. ഓക്കെ, മാർപ്പാപ്പ ഈസ് ബാക്ക് ടു ഹിസ് ലൈഫ്.
പക്ഷെ ഇന്ന് രാവിലെ ഈ വാർത്ത കേട്ടപ്പോൾ അത്യന്തം തീർച്ചയായിട്ടും അത് താങ്കളെ മാത്രമല്ല എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒന്നായിരുന്നു.